പുതിയ വീഡിയോ അപ്ഡേറ്റ്സുകൾക്ക് A to Z ട്രിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A to Z ട്രിക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അംശബന്ധവും അനുപാതവും അഥവാ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. ഈ ഒരു വിഭാഗത്തിൽ നിന്ന് എല്ലാ മത്സര പരീക്ഷകളിലും PSC അല്ലെങ്കിൽ മറ്റ് എല്ലാ എക്സാമുകളിലും ഈ ഒരു വിഭാഗത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഇതിൽ നിന്നും ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാറെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: രണ്ട് സംഖ്യകളുടെ വ്യത്യാസം 25, സംഖ്യകളുടെ അംശബന്ധം 11:6 ആയാൽ സംഖ്യകളുടെ ഗുണനഫലം എത്ര? രണ്ട് സംഖ്യകളുടെ വ്യത്യാസം 25, സംഖ്യകളുടെ അംശബന്ധം 11:6 ആയാൽ സംഖ്യകളുടെ ഗുണനഫലം എത്ര? ഇവിടെ നമുക്ക് സംഖ്യയുടെ ഗുണനഫലം നമുക്ക് K എന്നെടുക്കാം. K = 25. അതുപോലെ സംഖ്യയുടെ അംശബന്ധം എന്ന് പറഞ്ഞാൽ AB എടുക്കാം. A = 11, B = 6. ഇനി നമുക്കൊരു ഇക്വേഷൻ ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ K × A ഡിവൈഡ് ബൈ A - B, അത് ഒരു സംഖ്യ. ഇനി അടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ K × B ഡിവൈഡ് ബൈ A - B. ഈ ഒരു ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ആൻസറായി. രണ്ട് സംഖ്യയുടെ വ്യത്യാസം 25, സംഖ്യയുടെ അംശബന്ധം 11:6 ആയ സംഖ്യയുടെ ഗുണനഫലം എത്ര? അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആൻസർ വരുന്നത് 25 × A എന്ന് പറയുന്നത് ഇവിടെ 11 ആണ്. 11 ഡിവൈഡ് ബൈ 11 - B എന്ന് പറയുന്നത് 6. ഒന്നാമത്തെ ഇക്വേഷൻ അതും. രണ്ടാമത്തെ 25 × 6 ഡിവൈഡ് ബൈ 11 - 6 എന്ന് വരും. ഇപ്പോൾ ചെയ്യുമ്പോൾ 11 - 6 എന്ന് പറയുമ്പോൾ അത് 5. അപ്പോൾ ഇവിടെ 5 വരുന്നത്. അപ്പോൾ 5 25-ൽ 5 പ്രാവശ്യം. 5 × 11 55. ഒരു സംഖ്യ 55 ആണ്. രണ്ടാമത്തെ സംഖ്യ 25. ഇവിടെ 5 പ്രാവശ്യം. 6 30. അപ്പോൾ ഒരു സംഖ്യ 55-ഉം ഒരു സംഖ്യ 30-ഉം. അപ്പോൾ ഇവ തമ്മിലുള്ള ഗുണനഫലമാണ് അറിയേണ്ടത്. അപ്പോൾ 55 × 30, അത് വരുന്നത് 1650. 55 × 3 ചെയ്യുക, എന്നിട്ട് 0 ഇട്ട് കൊടുത്താൽ മതി. 55 × 3 പറയുമ്പോൾ 165. അതിലൂടെ ഈ 0 കൂടി ആഡ് ചെയ്താൽ 1650. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1650 എന്നാണ്. ഇതുപോലെ വേറെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് സംഖ്യകളുടെ ഗുണനഫലം, നേരത്തെ നമ്മൾ പറഞ്ഞത് വ്യത്യാസമാണ്. രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 36. സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 4:1 ആയാൽ സംഖ്യയുടെ തുക എത്ര? രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 36, സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 4:1 ആയാൽ സംഖ്യയുടെ തുക എത്ര? ഇവിടെ നമുക്ക് K എന്ന് പറയുന്നത് 36, സംഖ്യ എന്ന് പറയുന്നത് 36, ഗുണനഫലം 36. അതുപോലെ A എന്ന് പറയുന്നത് ഇവിടെ 4, B എന്ന് പറയുന്നത് 1. ഇതിൻ്റെ ഇക്വേഷൻ എന്തെന്ന് പറഞ്ഞാൽ A × √K ഡിവൈഡ് ബൈ A × B, അത് ഒന്നാമത്തെ സംഖ്യ. രണ്ടാമത്തെ B × √K ഡിവൈഡ് ബൈ AB.
അപ്പോൾ നേരത്തിൽ നിന്നും വിപരീതമായിട്ടുള്ളൊരു ഇക്വേഷനാണ്. അപ്പോൾ എ ഇൻറ്റു കെ ഡിവൈഡ് ബൈ എ ബി ഒരു സംഖ്യ, അടുത്തത് സംഖ്യകൾ കാണാനാണിത്, പിന്നെ സംഖ്യയുടെ തുക ചോദിച്ചുള്ളത്, രണ്ട് തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് സംഖ്യയുടെ തുകയും കിട്ടും. ബി ഇൻറ്റു കെ റൂട്ട് കെ ഡിവൈഡ് ബൈ എ ഇൻറ്റു ബി. നമുക്കത് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് 4 4 ഇൻറ്റു റൂട്ട് 36 ഡിവൈഡ് ബൈ 4 ഒന്നാമത്തെ സംഖ്യ. അത് 4 ഇൻറ്റു 1 വരും, അതാണ് 4 ഇട്ടത് 4. അടുത്തത് ബി ഇൻറ്റു 1 ഇൻറ്റു റൂട്ട് 36 ഡിവൈഡ് ബൈ 4 വരും. അപ്പോൾ നമുക്കിത് പുറത്തെടുത്താൽ 4 ഇൻറ്റു 36ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 6, 4ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 2. അപ്പോൾ 6/2 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ 4 ഇൻറ്റു 3 ഒരു സംഖ്യ. അടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 36ൻ്റെ ഇതേപോലെ തന്നെ 1 ഇൻറ്റു 3 വരും. 36ൻ്റെ റൂട്ട് 6, 4ൻ്റെ റൂട്ട് 2. അപ്പോൾ 6നെ ഡിവൈഡ് ബൈ 2 കൊടുത്താൽ 3 കിട്ടും. അപ്പോൾ 1 ഇൻറ്റു 3. ഇപ്പോൾ ഇവിടെ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3ഉം 1 ഇൻറ്റു 3. 4 ഇൻറ്റു 3 12. ഇവിടെ പ്ലസ് ചോദിച്ചിട്ടുണ്ട്, തുക ചോദിച്ചിട്ടുള്ളത് 12. 1 ഇൻറ്റു 3 3. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് സംഖ്യയുടെ തുക എത്രയെന്ന് ചോദിച്ചത്. സംഖ്യയുടെ തുക എന്ന് പറയുമ്പോൾ 12 പ്ലസ് 3, അപ്പോൾ 15. ആൻസർ 15. വേറെ ക്വസ്റ്റ്യന്, ഒരു സാധനത്തിൻ്റെ വില 30 രൂപയിൽ നിന്നും 50 രൂപയായി വർദ്ധിക്കുന്നു എങ്കിൽ മാറ്റത്തിൻ്റെ അംശബന്ധം എത്ര? സിമ്പിളായിട്ടാണ്, പക്ഷെ നമുക്ക് ഏറെ തെറ്റിപ്പോകുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒരു സാധനത്തിൻ്റെ വില 30 രൂപയിൽ നിന്നും 50 രൂപയായി വർദ്ധിക്കുന്നു എങ്കിൽ മാറ്റത്തിൻ്റെ അംശബന്ധം എത്ര? ഈ ക്വസ്റ്റ്യനിൽ ഒരിക്കലും നമുക്ക് തന്നിട്ടിരിക്കുന്ന ഓപ്ഷനിൽ ആ 30:50 എന്നുണ്ടാവും. സാധാരണയായി നമ്മൾ ആൻസർ എന്ന് കരുതി കറുപ്പിക്കുന്നത് അതായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ വരുന്നത് റിവേഴ്സായിട്ട് വരാം. ഇവിടെ മാറ്റത്തിൻ്റെ അംശബന്ധം എന്ന് പറയുന്നത് 50:30. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. ഇങ്ങനെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിൻ്റെ റിവേഴ്സായിരിക്കും അതിൻ്റെ ആൻസർ. അപ്പോൾ ഇവിടെ 50:30 ഇതിൻ്റെ ആൻസർ. വേറെ ക്വസ്റ്റ്യൻ, A:B 7:5, C:B 9:1 ആയാൽ A:C എത്ര? മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുള്ള ക്വസ്റ്റ്യനാണിത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും ഈ ഒരു ടൈപ്പ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് A:B തന്നിട്ടുണ്ട്. A:B 7.5, A:5 തന്നിട്ടുണ്ട്. അതുപോലെ C:B ആണ്, ശ്രദ്ധിക്കണം. C:B ആണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് B:C കഴിയും. ഇവിടെ 9:1 അപ്പോൾ 1:9. B:C. ഇവിടെ തന്നിരിക്കുന്നത് C:B ആണ്, നമ്മൾ B:C ആൽഫബറ്റിക് ഓർഡറിൽ. ഇനി നമുക്ക് ചെയ്യാം AB. ABC കാണാം. ABC ആണ് ചോദിച്ചിട്ടുള്ളത്. ABC കാണാനുള്ള AC ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ABC എങ്ങനെ കാണാൻ നോക്കാം. അപ്പോൾ തന്നിട്ടിരിക്കുന്നത് AB BC. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. A:B, B:B, B:C. ഇത് നിങ്ങൾ ആലോചിച്ച് ഇങ്ങനെ തന്നിട്ട് 2 B തന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു A ഒരു C ആണ്, 2 B തന്നിട്ടുണ്ട്. അപ്പോൾ ബിനെ ഈക്വലാക്കാൻ വേണ്ടി നമ്മൾ AB BC എന്ന് എഴുതാം. അപ്പോൾ ഇത് തന്നിട്ടുള്ളത് 7, 5, 1, 9. അപ്പോൾ 7 × 1 1, 7 × 1 7, 5 × 1 5, 5 × 9 45. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ABC ചോദിക്കുകയാണെങ്കിൽ 7:5:45. ഇവിടെ AC ചോദിച്ചുള്ളത്. AC ആകുമ്പോൾ 7:45. അതാണ് എൻ്റെ ആൻസർ.
അടുത്ത ക്വസ്റ്റ്യന് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ചെയ്യാം. A/B 3:4, B/C 5:6 ആയാൽ ABC എത്ര? നമ്മൾ നേരത്തെ A/C ചോദിച്ചത്, ഇവിടെ ABC എത്ര? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക ഒരുപാട് ക്വസ്റ്റ്യന്. അപ്പോൾ ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ABC ആണ്. ഇവിടെ A, B, B, C, A×B, B×B, B×C. അപ്പോൾ 3:4:5:6. ഇവിടെ B തന്നിട്ടുണ്ട്. AB A/B എന്ന് പറഞ്ഞാൽ 3:4 B/C എന്ന് പറയുന്നത് 5:6. അപ്പോൾ 3x5 15, 4×5 20, 4x6 24. അപ്പോൾ നമ്മോട് ചോദിച്ചിട്ടുള്ളത് ABC ആണ്. ABC ആണ് 15, 20, 24. ഇതാണ് ABC. വേറെ ക്വസ്റ്റ്യൻ, 3A = 4B = 5C ആയാൽ ABC എത്ര? കൺഫ്യൂഷനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 3A 4B 5C ആയാൽ ABC എത്ര? ഇവിടെ 3A = 4B = 5C എന്ന് പറയുന്നത് നമ്മൾ K ആണെന്ന് കരുതുക. K എന്ന് പറയുന്ന വാല്യൂ ആണ്. 3A 4B 5C എന്ന് പറയുന്നത് K ആണ്. ഇനി നമുക്ക് A എന്ന് പറയുന്നത് A = K/3 ആണല്ലോ. അതുപോലെ ഇവിടെ K ടോട്ടൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് K ആണ്. ഇനി B എത്ര ചോദിച്ചാൽ 4B ആണ്. B = K/4. അതുപോലെ തന്നെ C = K/5. അപ്പോൾ നമുക്ക് ABC കിട്ടും. ABC എന്ന് പറയുന്നത് ABC = K/3 = K/4 = K/5. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ 3, 4, 5 എന്നിവിടെ ലസാഗുവിന് ലസാഗു കൊണ്ട് നോക്കാം. ലസാഗു കൊണ്ട് ഗുണിച്ച് നമുക്ക് അംശബന്ധം ചുരുക്കി കാണാം. അപ്പോൾ 3:4:5 3, 4, 5 എന്നിവിടെ ലസാഗു നമുക്ക് LCM എന്ന് പറയുന്നത് 60 ആണ്. 3, 4, 5 എന്നിവിടെ LCM 60 ആണ്. LCM = 60. ഈ 60ന് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം Kൻ്റെ വാല്യൂ ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ LCM ഉപയോഗിച്ച് നമുക്ക് ചെയ്ത് നോക്കാം. ABC = നമ്മൾ നേരത്തെ പറഞ്ഞു K/3. ഇവിടെ LCM നമുക്ക് 60 ആണ്. 60 ഇതാണ് ഒരു സംഖ്യ. അതുപോലെ K/4 × 60 K/5 × 60. ഇതാണ് ABC എന്ന് പറയുന്ന സംഖ്യ. ഇനി നമുക്ക് ഇത് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ കഴിയും. 60-ൽ 3 20 20 20 4 × 60 15 15 30 × 60. അപ്പോൾ
4 പ്രാവശ്യമാണ്, 15 പ്രാവശ്യമാണ് 4 ആക്കിയാൽ. അതുപോലെ 5 60, 60നെ 5 പാർട്ടാക്കിയാൽ ഡിവൈഡ് ചെയ്താൽ 12. അപ്പോൾ ABC = 20:15:12. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ 2A 3B 4C ആയാൽ ABC എത്ര? 2A 3B 4C ആയാൽ ABC എത്ര? ഇപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 2A = 3B = 4C = K ആണ്. K ആണെന്ന് നമ്മൾ സങ്കല്പിക്കുക. അടുത്തത് A എന്ന് പറയുന്നത് നമുക്കറിയാം A = K/2 ആണ്. അതുപോലെ B = K/3 ആണ്. C = K/4 ആണ്. ഇനി 2 3 4 എന്നിവയുടെ ലസാ കൊടുക്കുക. 2 3 4 എന്നിവയുടെ ലസാഗു 2 3 4 എന്നിവയുടെ ലസാഗു എന്ന് പറഞ്ഞാൽ അത് 12 ആണ്. 12 LCM 12 ആണ്. ഇനി നമുക്കിത് ABC = A:B:C = K/2 × 12 ഈ 12 K/3 × 12 K/4 × 12. ഇതാണ് 3 സംഖ്യകൾ. ഇനി നമുക്കിത് സംഖ്യകളാക്കാം. 6:4:3. അപ്പോൾ ABC എന്ന് പറയുന്നത് 6:4:3 ആണ്. ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ ആവർത്തിച്ച് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കും. അടുത്ത 2 സംഖ്യകളുടെ ശരാശരി 30ഉം സംഖ്യയുടെ അംശബന്ധം 5:1 ആയാൽ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? രണ്ട് സംഖ്യകളുടെ ശരാശരി 30, സംഖ്യയുടെ അംശബന്ധം 5:1 ആയാൽ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? രണ്ട് സംഖ്യകൾ സംഖ്യ എയും ബി എടുക്കാം. എ ബി ആണ് സംഖ്യകൾ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത് എയും ബി 2 സംഖ്യകളുടെ ശരാശരി 30 തന്നിട്ടുണ്ട്. അതുപോലെ അംശബന്ധം 5:1 തന്നിട്ടുണ്ട്. അപ്പോൾ A+B/2 ആണല്ലോ 30. 2 സംഖ്യയുടെ ശരാശരി 30 തന്നിട്ടുണ്ട്. അപ്പോൾ സംഖ്യകളുടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ A+B ആണല്ലോ. A+B 60. കാരണം 2 സംഖ്യയുടെ ശരാശരിയാണ് 30. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ അവരുടെ തുക എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പോൾ സംഖ്യകൾ ഏതെന്ന് ചോദിച്ചാൽ ടോട്ടൽ സംഖ്യകൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 60 ടോട്ടൽ സംഖ്യ. ഇവിടെ 5/6 നമുക്ക് അംശബന്ധം തന്നിട്ടുണ്ട് 5:1. അപ്പോൾ 5:1 എന്ന് പറഞ്ഞാൽ 6 ആണ്. 5:1 ടോട്ടൽ 6. അപ്പോൾ ഒരു സംഖ്യ എന്ന് പറയുന്നത് 60 × 5/6 10 × 5 50 ഒരു സംഖ്യ. രണ്ടാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ 60 × 1/6 1 10. രണ്ടാമത്തെ സംഖ്യ 10. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 50 - 10 അതെന്ന് പറഞ്ഞാൽ 40 ആണ്. ഇവിടെ 2 സംഖ്യയുടെ ശരാശരി 30 തന്നിട്ടുണ്ട്. ആ സംഖ്യയുടെ ശരാശരി തന്നു കഴിഞ്ഞാൽ സംഖ്യ കാണാൻ അതിൻ്റെ മൾട്ടിപ്പിൾ ചെയ്താൽ മതി. എത്രയാണ് ഡിവൈഡ് ചെയ്തത് അതുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. ഇവിടെ 2 സംഖ്യകളാണ്. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 30 × 2 60.
ആ 60 നമ്മൾ ടോട്ടൽ അംശബന്ധം കൊണ്ട് അവർക്ക് തന്നിട്ടുള്ള ഓരോ അംശബന്ധം കൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സംഖ്യകൾ കിട്ടും. ആ സംഖ്യകളുടെ വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വ്യത്യാസം കാണാൻ അവ തമ്മിലുള്ള വ്യത്യാസം 40 ഇതിൻ്റെ ആൻസർ. വേറെ ക്വസ്റ്റ്യൻ, 2 സംഖ്യയുടെ വ്യത്യാസം 6, സംഖ്യയുടെ അംശബന്ധം 7:1 ആയാൽ സംഖ്യയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം എത്ര? 2 സംഖ്യയുടെ വ്യത്യാസം 6, സംഖ്യയുടെ അംശബന്ധം 7:1 ആയാൽ സംഖ്യയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം എത്ര? സംഖ്യയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരത്തെ ഇവിടെ സംഖ്യകളുടെ വ്യത്യാസം തന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ച് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംഖ്യകൾ കിട്ടും. എന്നിട്ട് ആ സംഖ്യയുടെ വർഗ്ഗങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് അവ തമ്മിലുള്ള വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു ഇക്വേഷൻ k/a/b ഒരു സംഖ്യ, അതുപോലെ k/b/a-b ഇത് രണ്ടാമത്തെ സംഖ്യ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ k എന്ന് പറയുന്നത് ഇവിടെ 6 ആണ്. 6 × a എന്ന് പറയുന്നത് 7, 7/7-1 6. അപ്പോൾ ഇവിടെ ഇതാണ് ഒരു സംഖ്യ. രണ്ടാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ k ഇവിടെ 6 തന്നെയാണ്. k × 1/a-b 7 അപ്പോൾ 6. അപ്പോൾ ഇവിടെ നമുക്ക് പോയിക്കഴിഞ്ഞാൽ ഓരോ ഇത് അപ്ലൈ ചെയ്തിട്ട് 6 വെട്ടിപ്പോവും. അപ്പോൾ ഇവിടെ ആൻസർ 7 ആണ്. ഇവിടെ ഈ 6 വെട്ടിപ്പോവും, ഇവിടെ 1, അപ്പോൾ ആൻസർ 1. അപ്പോൾ 7, 1 2 സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 7ഉം 1ഉമാണ്. അപ്പോൾ ഇവിടെ വർഗ്ഗം കാണാൻ 7² അതുപോലെ 1². 7ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ്. അതുപോലെ 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ഇവിടെ നമ്മുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 49 - 1 = 48. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 48 ആണ് ആൻസർ. 2 സംഖ്യയുടെ വ്യത്യാസം 6, സംഖ്യയുടെ അംശബന്ധം 7:1 ആയാൽ സംഖ്യയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 48 ആണ്. 48 ആണ് ഇതിൻ്റെ ആൻസർ. വേറെ ക്വസ്റ്റ്യൻ, 2 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 2:3, അവയുടെ ലസാഗു 36 ആയാൽ സംഖ്യയുടെ തുക എന്ത്? രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 2:3, അവയുടെ ലസാഗു 36 ആയാൽ സംഖ്യയുടെ തുക എന്ത്? അപ്പോൾ 2 സംഖ്യകൾ, നമുക്ക് 2 സംഖ്യകൾ എടുക്കാം. 2 സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ 2x, 3x ആണ് 2 സംഖ്യകൾ. ഇവിടെ ലസാഗു എന്ന് പറഞ്ഞത് ഇവിടെ തന്നിട്ട്, ഇവിടെ ലസാഗു നമുക്ക് ഈ 2ൻ്റെയും 3ൻ്റെയും ലസാഗു കാണാം. അത് 6x ആണ്. 6x ആണ് കാണാം. ഇവിടെ തന്നിട്ടുണ്ട് 6x എന്ന് പറയുന്നത് ലസാഗു 36 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 36 എന്ന്. അപ്പോൾ എക്സ് കാണാൻ 36 അപ്പോൾ 6. എക്സ് എന്ന് പറയുന്നത് 6 ആണ്. ഇനി സംഖ്യകൾ കാണാൻ എളുപ്പമാണ്. 2x സംഖ്യകൾ 2x 3x ആണല്ലോ. അപ്പോൾ 2x എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ 2x എന്ന് പറഞ്ഞാൽ 2 × 6 അത് 12. അതുപോലെ 3 × 6 അത് 18. അപ്പോൾ 12ഉം 18ഉമാണ് സംഖ്യകൾ. അവയുടെ തുക, അവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അവയുടെ സംഖ്യയുടെ തുകയാണ്. അപ്പോൾ 12 + 18 തുക എന്ന് പറയുന്നത് 30 ആണ്. തുക 30. അടുത്ത ക്വസ്റ്റ്യൻ, 2 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 4:5, അവയുടെ ലസാഗു 80 ആയാൽ സംഖ്യയുടെ വ്യത്യാസം എത്ര? സെയിം ക്വസ്റ്റ്യൻ ആണ്.
രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 4:5. അവയുടെ ലസാഗു 80 ആയ സംഖ്യയുടെ വ്യത്യാസം എത്ര? ഇവിടെ ലസാഗു തന്നിട്ടുണ്ട് 80. തമ്മിലുള്ള അംശബന്ധം 4:5. അവിടെ ലസാഗു 80 പറഞ്ഞത്. അപ്പോൾ സംഖ്യയുടെ വ്യത്യാസം ചോദിച്ചിട്ടുള്ളത് വ്യത്യാസം എത്ര? അപ്പോൾ സംഖ്യകൾ കാണാൻ ലസാഗു ഡിവൈഡ് ബൈ അംശബന്ധം ചെയ്താൽ മതി. അംശബന്ധം ചെയ്താൽ നമുക്ക് സംഖ്യകൾ കിട്ടും. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് സംഖ്യ എന്ന് പറഞ്ഞത് 80 ഡിവൈഡ് ബൈ 4, അത് 20. രണ്ടാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ 80 ഡിവൈഡ് ബൈ 5, 16. ഇവിടെ സംഖ്യയോട് തമ്മിലുള്ള വ്യത്യാസം ആയിട്ടുള്ളത് അപ്പോൾ 20 മൈനസ് 16, ആൻസർ 4. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 4:5. അവരുടെ ലസാഗു 80 ആയാൽ സംഖ്യകൾ തമ്മിലുള്ള സംഖ്യയുടെ വ്യത്യാസം ചോദിച്ചിട്ടുള്ളത്. നേരത്തെ തുകയാണ് ചോദിച്ചിട്ടുള്ളത്, ഇത് തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചിട്ടുള്ളത്. വേറെ ക്വസ്റ്റ്യൻ. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 5:6. അവയുടെ ഉസാഗ 8 ആയാൽ സംഖ്യയുടെ തുക എത്ര? ഇവിടെ ഉസാഗ എഴുതുന്നത് ഉസാഗ 8 എന്നുണ്ട്. സംഖ്യയുടെ അംശബന്ധം 5:6 തന്നിട്ടുണ്ട്. അപ്പോൾ സംഖ്യകൾ കാണാൻ ഉസാഗ തന്ന സംഖ്യകൾ കാണാൻ ഉസാഗ ഇൻറ്റു അംശബന്ധം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംഖ്യകൾ കിട്ടും. അപ്പോൾ ഇവിടെ ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സംഖ്യ എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 5, രണ്ടാമത്തെ സംഖ്യ 8 ഇൻറ്റു 6. അപ്പോൾ ഫസ്റ്റ് സംഖ്യ 40ഉം രണ്ടാമത്തെ സംഖ്യ 48ഉമാണ് കിട്ടുന്നത്. സംഖ്യയുടെ തുക ചോദിച്ചിട്ടുള്ളത്. സംഖ്യയുടെ തുക എന്ന് പറഞ്ഞാൽ 40 പ്ലസ് 48, ആൻസർ 88. ആൻസർ 88 കിട്ടുന്നത്. വേറെ ക്വസ്റ്റ്യൻ. ഒരു ദിവസം ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു കുട്ടിയും ചെയ്യുന്ന ജോലിയുടെ അംശബന്ധം 1/2, 1/3, 1/4 ആണ്. ഇവർക്ക് 3 പേർക്കും കൂടി 260 രൂപ കൂലിയായി കിട്ടിയെങ്കിൽ കുട്ടിയുടെ വിഹിതം എത്ര? ഒരു വർക്ക് ടൈമിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. അംശബന്ധം വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ദിവസത്തെ ജോലി 1/2, 1/3, 1/4 ആണ്. ഇവർക്ക് 3 പേർക്കും കൂടി 260 രൂപയാണ് കിട്ടിയത്. നമുക്കത് ചെയ്യുമ്പോൾ ഇവിടെ 2, 3, 4 എന്നിവിടെ ലസാഗു LCM കാണുക. LCM അവരുടെ LCM എന്ന് പറഞ്ഞാൽ 12 ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് അവിടെ അംശബന്ധം 1:2, 1/3, 1/4 എന്നാണ് പുരുഷൻ സ്ത്രീ കുട്ടി എന്നത്. ഇനി നമുക്ക് LCM വെച്ച് ചെയ്ത് നോക്കാം. LCM ചെയ്യുമ്പോൾ 12 ഇൻറ്റു 1/2, അതുപോലെ 12 ഇൻറ്റു 1/3, 12 ഇൻറ്റു 1/4. അപ്പോൾ നമുക്ക് 6:4:3. ഇതാണ് അവർ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത്. നമ്മൾ ഭിന്നസംഖ്യയിൽ നിന്ന് മാറ്റുമ്പോൾ നമുക്ക് 6:4:3 എന്നുള്ള അംശബന്ധമുണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടൽ സ്ത്രീ, ഇതാണ് പുരുഷൻ, ഇത് സ്ത്രീ, ഇത് കുട്ടി.
ഇവിടെ ടോട്ടൽ കിട്ടിയ 260 രൂപയാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് കുട്ടിയുടെ വിഹിതം എത്ര വെച്ചത്. അപ്പോൾ കുട്ടിയുടെ വീതം എന്ന് പറഞ്ഞാൽ 3 ആണ്. ഡിവൈഡ് ബൈ ടോട്ടൽ 6 4 10 13. 13 നിന്നും ടോട്ടൽ 13 ആണ് അംശബന്ധം. അതിൽ നിന്നും 3 വീതമാണ് കുട്ടി കൊടുത്തത്. അപ്പോൾ 13 26 2 20 പ്രാവശ്യം 20 × 3 60. അപ്പോൾ 60 രൂപയാണ് കുട്ടിക്ക് കൂലിയായി കൊടുത്തത്. അതിന് നമ്മൾ അതിൻ്റെ എൽസിയം കാണാം. എൽസിയം കണ്ടതിന് ശേഷം അതിൻ്റെ വീതം കണ്ടാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അംശബന്ധം 1/2 1/3 1/5 ആണ്. അതിൻ്റെ ചുറ്റളവ് 310 സെൻറ്റിമീറ്റർ ആയാൽ ഏറ്റവും വലിയ വശത്തിൻ്റെ നീളം എത്ര? നേരത്തെ ചെയ്ത പോലെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാം. 2:2 3 5. അവിടെ എൽസിയം കാണാം. എൽസിയം എന്ന് പറയുന്നത് 30 ആണ്. ഇനി നമുക്കിത് ചെയ്യാം. 1/2 × 30 1/3 × 30 1/5 × 30 15 10 6 5 30 6 15:10:6. ഇവിടെ ചുറ്റളവ് എന്ന് പറയുന്നത് 3 വശവും കൂടിയതാണ് ചുറ്റളവ്. അപ്പോൾ 310 ചുറ്റളവ് വന്നിട്ടുണ്ട്. 310 × ഏറ്റവും വലിയ വശത്തിൻ്റെ നീളമാണ്. വലിയതെന്ന് 15 ആണ്. 15 ഡിവൈഡ് ബൈ 15 25 31. അപ്പോൾ 31 10 × 15. അപ്പോൾ 150 സെൻറ്റിമീറ്ററാണ് ഏറ്റവും വലിയ വശത്തിൻ്റെ നീളം. അടുത്തത്, ഒരു ബാഗിൽ 1 രൂപ 50 പൈസ 25 പൈസ വീതമുള്ള നാണയങ്ങളുണ്ട്. ഇവ തമ്മിലുള്ള അംശബന്ധം 5:6:8 ആയാൽ 200 രൂപയിൽ എത്ര 50 പൈസ നാണയങ്ങൾ ഉണ്ട്? ഒരു ബാഗിൽ 1 രൂപ 50 പൈസ 25 പൈസ വീതമുള്ള നാണയങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ അംശബന്ധം 5:6:8 ആയാൽ 200 രൂപയിൽ എത്ര 50 പൈസ നാണയങ്ങളുണ്ട്? ഇവിടെ അംശബന്ധം തന്നിട്ടുണ്ട്. 5:6:8 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാണയങ്ങളുടെ മൂല്യം കണ്ടിട്ട് 2 മെത്തേഡുണ്ട്. പൈസ ഇവിടെ നാണയങ്ങളുടെ മൂല്യം കണ്ടിട്ടുള്ള മെത്തേഡ് നമുക്ക് ചെയ്ത് നോക്കാം. നാണയങ്ങളുടെ മൂല്യം കാണാൻ ഇവിടെ 5 × 1 രൂപ 1 രൂപയാണ്. 6 × 50 പൈസ 0.5. അതുപോലെ 8 × 0.25 പൈസ. ഇവിടെ മൂല്യം എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്. ഇവിടെ 3 രൂപയാണ്. ഇവിടെ 2 രൂപ. അപ്പം ടോട്ടൽ 10 രൂപയാണ്. 10 രൂപയിൽ നിന്നും 2 രൂപയ്ക്കുള്ള 25 പൈസയും 3 രൂപയ്ക്കുള്ള 50 പൈസയും 5 രൂപയ്ക്കുള്ള 1 രൂപ നാണയങ്ങളുമാണ് ആ ബാഗിലുള്ളത്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് 50 പൈസയുടെ നാണയങ്ങൾ എത്രയുണ്ട്? അപ്പോൾ 200 രൂപയാണ്. 200 × 50 പൈസ എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 ഡിവൈഡ് ബൈ 10. അപ്പോൾ 20 × 3 60. 60 രൂപയുടെ നാണയങ്ങളാണ് ആ ബാഗിൽ ഉള്ളത്. അപ്പോൾ ഇവിടെ എത്ര
എത്ര 50 പൈസ നാണയങ്ങളുണ്ട് ചോദിച്ചുള്ളൂ. എണ്ണം എത്ര എണ്ണമാണെന്ന് ചോദിച്ചു. അപ്പോൾ എത്ര രൂപയ്ക്കുള്ള പൈസ എന്ന് ചോദിച്ചാൽ 60ആണ്. അപ്പോൾ എത്ര എണ്ണം ചോദിച്ചാൽ 50 പൈസ എന്ന് പറയുമ്പോൾ 60 രൂപയ്ക്ക് 2 1 രൂപ എന്ന് പറഞ്ഞാൽ 2.50 പൈസയാണല്ലോ. അപ്പോൾ 120 50 പൈസ നാണയങ്ങൾ ആ ബാഗിലുണ്ട്. അത് നമ്മൾ ആ ഒരു അംശബന്ധത്തെ കൺവേർട്ട് ചെയ്തത് രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ആൻസർ ലഭിക്കുന്നതാണ്. വേറെ ഒരു ക്വസ്റ്റ്യൻ, 2 സംഖ്യകൾ 2:3 എന്ന അംശബന്ധത്തിലാണ്. ഇവ ഓരോന്നിനോടും 10 കൂട്ടിയാൽ പുതിയ അംശബന്ധം 4:5 എന്നാവും. എന്നാൽ സംഖ്യകളുടെ തുക എത്ര? രണ്ട് സംഖ്യകളുണ്ട്, 2:3 2 സംഖ്യകൾ ഓരോന്നിനോടും 10 കൂട്ടിയാൽ പുതിയ അംശബന്ധം 4:5 ആവും. അപ്പോൾ സംഖ്യയുടെ തുക ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ 25. 2 സംഖ്യകൾ 2x എന്ന് 3x എടുക്കാൻ പോകും. ഇവിടെ 2:3 2x, അതുപോലെ 3x സംഖ്യകൾ. അപ്പോൾ 2x-നോട് 2x + 10 കൂട്ടിയാൽ, അതുപോലെ 3x-നോട് 10 കൂട്ടിയാൽ അവിടെ അംശബന്ധം എന്ന് പറയുന്നത് 4:5 ആവുമെന്ന് പറഞ്ഞത്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ 2x + 10 / 3x + 10 = 4/5 ആവുമെന്ന് പറയും. ഇതിന് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 2 ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. 2 × 5 10x പ്ലസ് 10 × 5 50 = 3 × 4 12x പ്ലസ് 4 × 10 40. ഇവിടെ ഇനി നമ്മൾ ഇങ്ങോട്ട് മാറുമ്പോൾ ഈ 40 രൂപ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് ആവും. അതുപോലെ 10 അങ്ങോട്ട് ഉണ്ട് നമുക്ക്. അപ്പോൾ 2x 10 12 10 പോയാൽ 2x = 50 40 പോയാൽ 10. അപ്പോൾ 2x എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ഒരു x എന്ന് പറയുന്നത് 10/2, അത് 5 ആണ്. x എന്ന് പറയുന്നത് 5 ആണ്. ഇനി നമുക്ക് സംഖ്യകൾ ഏതെന്ന് നോക്കാം. സംഖ്യകൾ എന്ന് പറയുന്നത് 2x എന്ന് പറയുന്നത് 2 × 5 10, 3 × 5 3x എന്ന് പറയുന്നത് 3 × 5 15. അപ്പോൾ 10ഉം 15ഉം ആണ്. ഇവിടെ തുകയാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തുക എന്ന് പറയുമ്പോൾ 10 + 15 = 25. തുക എന്ന് പറഞ്ഞാൽ 25 ആണ്. അടുത്തത് 3, 6, x ഇവ അനുപാതത്തിലായാൽ എക്സിൻ്റെ വില എത്ര? 3, 6, x എന്നിവ അനുപാതത്തിലാണ് എങ്കിൽ എക്സിൻ്റെ വില എത്ര? ഇവിടെ നമുക്കറിയാം A, B, C അനുപാതത്തിലായാൽ A:B = B:C ആണെന്ന്. ABC അനുപാതത്തിലായാൽ അതിൻ്റെ നേരെ ഈക്വൽറ്റാണ്. നേരെ അനുപാതത്തിലായാൽ A:B = B:C തമ്മിൽ സമമാണ്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് 3, 6, x. അപ്പോൾ 3:6 = 6:x. ഈ ഒരു സാധനത്തിന് നമ്മൾ കൺവേർട്ട് ചെയ്താണ് ഈ സംഭവം. അപ്പോൾ 3/6 = 6/x ആണെന്ന് കിട്ടും. നമ്മൾ ഇത് ചെയ്താൽ മതി. 3 × x 3x = 6 × 6 36. അപ്പോൾ 36 എന്ന് പറയുന്നത് 3x. അപ്പോൾ x എന്ന് പറയുമ്പോൾ x = 36/3 12. അപ്പോൾ x എന്ന് പറയുന്നത് x = 12. അപ്പോൾ 3, 6, 12 12 ആണ് ഇവിടുത്തെ ആൻസർ.
വേറെ ക്വസ്റ്റ്യൻ 3 സംഖ്യകൾ 4:5:6 എന്ന അനുപാതത്തിലാണ്. ഇവയുടെ ശരാശരി 25 എങ്കിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? മൂന്ന് സംഖ്യകളുണ്ട് 4:5:6 എന്ന അനുപാതത്തിലാണ്. ഇവിടെ ശരാശരി 25 എങ്കിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? നോക്കാം. ഇവിടെ 3 സംഖ്യകൾ നമുക്ക് എയും ബിയും സി എടുക്കാം. ഇവിടെ ശരാശരി 25 എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡ് ബൈ 3 എന്ന് പറയുന്നത് 25 അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി കിട്ടാൻ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 25 × 3 75 അവിടെ ടോട്ടൽ സംഖ്യ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇനി 75 സംഖ്യ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അവർ അനുപാതം തന്നിട്ടുണ്ട്, അവരുടെ റേഷ്യോ തന്നിട്ടുണ്ട്. നമുക്ക് വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ വലിയ സംഖ്യ കാണാൻ 75 × 6 ഇവിടെ വലുത്. 6 × 4 + 10 15. ഇവിടെ 15 75-ൽ 5 പ്രാവശ്യം 5 × 6 30. അപ്പോൾ വലിയ സംഖ്യ 30. ഇവിടുത്തെ വലിയ സംഖ്യ എന്ന് പറയുന്നത് 30. അപ്പോൾ ഇത്രയും മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ കഴിഞ്ഞ എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ആവർത്തിച്ച് പഠിക്കുക. ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ എക്സാമ്പിൾ ഒരുപാട് ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.